വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ അടുത്തിടെ ഒപ്പുവെച്ച ധാരണാപത്രത്തെക്കുറിച്ച് ഇറാൻ നേതാക്കളുമായി ചർച്ച നടത്താൻ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി ഇറാനിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി. ധാരണാപത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി ശനിയാഴ്ച ഉച്ചയ്ക്ക് ടെഹ്റാനിലെത്തുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി ISNAയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അറിയിച്ചത്. ഇറാനിയൻ വിദേശകാര്യമന്ത്രിയായ ആഭ്യന്തരമന്ത്രി എസ്കന്ദർ മൊമേനി, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി എന്നിവരുമായി നഖ്വി കൂടിയാലോചനകൾ നടത്തുമെന്ന് ബഗായി ISNAയോട് പറഞ്ഞു. സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കൽ, പരസ്പര പ്രതിബദ്ധതയ്ക്കുള്ള സ്ഥിരീകരണ സംവിധാനങ്ങൾ, ആണവ പ്രശ്നത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് സന്ദർശനമെന്ന് നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച് വ്യക്തമാക്കി. അതേസമയം പ്രഖ്യാപിച്ച സമയപരിധിക്കുള്ളിൽ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള യാത്രയ്ക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് പേർഷ്യൻ ഗൾഫ് കടലിടുക്ക് അതോറിറ്റി ശനിയാഴ്ച അറിയിച്ചു. പ്രഖ്യാപിത സമയപരിധിക്കുള്ളിൽ ആവശ്യമായ ആവശ്യകതകൾ പാലിച്ചുകൊണ്ട് പാസേജ് അഭ്യർത്ഥനകൾ സമർപ്പിക്കുന്ന കപ്പലുകൾക്ക് പാസേജ് അനുവദിക്കുമെന്നും എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു. അതേസമയം ലെബനനിലെ ദുർബലമായ സമാധാനം തകർന്നു. പുതിയ ഇസ്രായേലി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതിന്റെ ഫലമായി 5 പേർ കൊല്ലപ്പെട്ടു. അതിൽ 2 പ്രായപൂർത്തിയാകാത്തവരും ഒരു ലെബനൻ സൈനികനും ഉൾപ്പെടുന്നുവെന്ന് രാജ്യത്തെ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇറാനും US തമ്മിൽ അടുത്തിടെ ഒപ്പുവെച്ച ധാരണാപത്രത്തിനിടയിൽ സമാധാനം ഒരു കൊടുങ്കാറ്റിൽ തൂങ്ങിക്കിടക്കുന്നതിനാൽ ലെബനനെതിരായ ആക്രമണങ്ങൾ പ്രക്രിയ കൂടുതൽ സങ്കീർണമാക്കിയേക്കാം. US-ഉം ഇറാനും തമ്മിലുള്ള 14 പോയിന്റ് ധാരണാപത്രത്തിൽ ലെബനൻ ഉൾപ്പെടെയുള്ള സൈനിക പ്രവർത്തനങ്ങൾ ഉടനടി സ്ഥിരമായി അവസാനിപ്പിക്കുക, പരസ്പര സമ്മതത്തോടെ നീട്ടാവുന്ന ഒരു അന്തിമ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ 60 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കുക എന്നിവ ഉൾപ്പെടുന്നു. അതേസമയം വെള്ളിയാഴ്ച എക്സിനെ കുറിച്ചുള്ള വളരെ പ്രകോപനപരമായ ഒരു പോസ്റ്റിൽ ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇച്ച്മർ ബെൻഗ്വിർ ലെബനനിൽ സൈനിക നടപടികൾ ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ പരാമർശങ്ങൾ വ്യാപകമായ അപലപനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഒരു ഇസ്രായേലി അമ്മയുടെ ഓരോ കണ്ണുനീരിനും പകരം 1000 ലെബനൻ അമ്മമാർ കരയണം, മുഴുവൻ ലെബനനും കത്തിയെരിയണം, അദ്ദേഹം എക്സിൽ എഴുതി. അമേരിക്കക്കാരുടെ എല്ലാ ആദരവോടെയും നമ്മുടെ മക്കളുടെ രക്തവും നമ്മുടെ പൗരന്മാരുടെ സുരക്ഷയും നഷ്ടപ്പെടുത്തരുതെന്ന് ഇസ്രായേലും ലോകമെമ്പാടും വ്യക്തമാക്കണം. ലെബനൻ മുഴുവൻ കത്തിയെരിയണമെന്ന് ദേശീയ സുരക്ഷാ മന്ത്രി പറഞ്ഞു. അതേസമയം ഖത്തറിന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെട്ട സമാധാന ധാരണയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ പാകിസ്ഥാൻ വീണ്ടും വിമർശനങ്ങളുടെ കേന്ദ്രത്തിലായി. ഇറാനുമായുള്ള ധാരണാപത്രത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുന്നതിൽ ഉണ്ടായ കാലതാമസത്തെക്കുറിച്ച് സംസാരിക്കവേ അതിന് പിന്നിലെ ഒരു പ്രധാന കാരണം പാകിസ്ഥാനിലെ പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആശങ്കകളാണെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് അഭിപ്രായപ്പെട്ടു. ഒരു പോഡ്കാസ്റ്റിനിടെ നടത്തിയ ഈ പരാമർശം പാകിസ്ഥാനെ നയതന്ത്ര തലത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ജൂൺ 15-ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടക്കാല സമാധാന കരാർ പ്രഖ്യാപിച്ചപ്പോൾ 2 ദിവസത്തിന് ശേഷം ധാരണാപത്രത്തിന്റെ ഔദ്യോഗിക വാചകം പുറത്തിറങ്ങി. സുതാര്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ മൂലമാണ് വാഷിംഗ്ടൺ വിശദാംശങ്ങൾ പുറത്തുവിടാൻ സമയമെടുത്തതെന്ന് ഇൻട്രസ്റ്റിംഗ് ടൈംസ് വിത്ത് റോസ് ദാത്തൌട്ട് എന്ന പോഡ്കാസ്റ്റിൽ സംസാരിച്ച US വൈസ് പ്രസിഡന്റ് വിശദീകരിച്ചു. ഞങ്ങൾ യഥാർത്ഥത്തിൽ അത് പറഞ്ഞുകൊണ്ടുവരാൻ ആഗ്രഹിച്ചു. പാകിസ്ഥാൻ ഖത്തർ സംവിധാനങ്ങളിൽ 1-ാം ഭേദഗതിയും മാധ്യമ സ്വാതന്ത്ര്യവും ഇല്ലാത്തതാണ് ഇവിടുത്തെ തെറ്റായ ക്രമീകരണത്തിന്റെ ഒരു കാരണമെന്ന് ഞാൻ കരുതുന്നു. അമേരിക്കൻ ഭരണഘടനയുടെ 1-ാം ഭേദഗതി അഭിപ്രായ സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം എന്നിവയെ ലംഘിക്കുന്ന നിയമങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്നും സർക്കാരിനെ വിലക്കുന്നു. അത്തരം ഭരണഘടനാപരമായ സംരക്ഷണങ്ങൾ പാകിസ്ഥാനിൽ ഇല്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.